ഹലോ ഗായ്സ്, ഞാനപ്പോൾ വെറും 3 ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഒരു അടിപൊളി മേജിക്കൽ പൗഡർ ഉണ്ടാക്കാം. ഫേസ് പാക്കിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡർ. അതിന് അതിന് ഇത് മാത്രമല്ല, വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്. പക്ഷെ അത് ഏതാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. ആദ്യം ഇത് 3 പീൽ ചെയ്തിട്ട് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കേ. ഇതിപ്പോൾ ഞാൻ തൊലിയെ കളഞ്ഞ് നല്ല വൃത്തിയിൽ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ തീരെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകാൻ പറ്റില്ല. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് കേടായി പോകും. ഇത് അല്ലാതെ വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഇല്ലാണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസമൊക്കെ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇനി മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഓക്കെ. ഇത് അരച്ചെടുക്കുമ്പോഴും ഈ മിക്സിയിലും മിക്സിയൊക്കെ നല്ലപോലെ തുടച്ചിട്ട് വാട്ടർ കണ്ടൻറ്റ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. മിക്സിയിലും അതുപോലെ തന്നെ നമ്മുടെ ഇത് ഉണ്ടാക്കുന്ന പാനിലാണെങ്കിൽ കൂടെ ഒന്നിലും വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. ഇതിപ്പോൾ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നോക്ക്, ഇതുപോലെ ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യാണ്ട് നല്ലപോലെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നീരാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ നീരാണ്. അപ്പോൾ ഇത് ഒരു തുണി എടുത്തിട്ട് അതിലിട്ടിട്ട് ഇത് ഫ്യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ നീരെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നീര് കിട്ടും. അല്ല ഇനി അരിപ്പയിലൊക്കെ ഇട്ടിട്ടാണെങ്കിലും കിട്ടും, പക്ഷെ അത്ര ഒരു ഫൈനായി നല്ലപോലെ കിട്ടില്ല, നമുക്ക് ഫുള്ള് ഇത് കിട്ടില്ല. അപ്പോൾ തുണിയിലാണെങ്കിൽ ഫുള്ള് നീര് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ തുണിയിൽ എടുക്കാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതാണ് നമുക്ക് മെയിൻ സംഭവം. ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇനിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നോക്കുക, ഇതിലാണ് ഇങ്ങനെ ചെയ്യണതുകൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ. പാന് ലോ ഫ്ലെയിമിൽ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ജ്യൂസ് ഫുള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പാനിലും നമ്മൾ ഒരു തുള്ളി വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും ഒന്നിലും വാട്ടർ കണ്ടൻറ്റ് തീരെ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ എന്തായിട്ടും ഇത് കേടന്ന് പോകും, പെട്ടെന്ന് കേടുവരും. ഒരു ആഴ്ച പോലും നമുക്ക് നേരെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതില്ലാണ്ട് നോക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ കൈയെടുക്കാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പോലെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് തന്നെ കേട്ടോ, കൈയെടുക്കാണ്ട് മിക്സ് ചെയ്യണം, കരിഞ്ഞു പോകും അല്ലെങ്കിൽ. ഇനി ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ, അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി കുറച്ചിട്ട് ആഡ് ചെയ്യാം. അതായത് 1 കപ്പ് ജ്യൂസാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ 1/2 കപ്പ് 3/4 കപ്പ് അങ്ങനെ രീതിയിൽ അരിപ്പൊടി ആഡ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആയിട്ടില്ല എന്നൊരു ഒരു പിങ്ക് കളർ പോലെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് പിന്നെയും കേടാവും. കട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടുവരും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ. ഇതിൻ്റെ ചൂടൊന്ന് മാറുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ തരികൾ ഉണ്ടാവുമല്ലോ, അതും കൂടെ മിക്സ് ആവും. അതും കൂടെ നമുക്ക് നല്ല പൊടി പോലെ ഫൈനായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴേ നമുക്കിത് നല്ല ഫൈനായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അതിലും ചെറിയ തരി ഉണ്ടാവും. അപ്പോൾ അത് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ഇതൊന്നും പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെറുതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഈ സാധനം കണ്ടില്ലേ, ഈ അരിപ്പ പോലത്തെ സാധനം, ഈ അരിപ്പ തന്നെ നമ്മൾ ഈ പൊടിയൊക്കെ അരിക്കുന്ന സാധനം ഇതിലിട്ടിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. അപ്പോൾ അതിൽ കുറച്ചുകൂടെ കട്ടകൾ കിട്ടും. നോക്ക്, ഇതുപോലെ കുറച്ചുകൂടെ കട്ടകൾ കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് ഒന്നും കൂടെ മിക്സ് ആക്കുക. കൈ കൊണ്ട് ഇട്ടിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കുക. എന്നിട്ട് പിന്നെ അത് ഒന്നും കൂടെ ഇതിലിട്ടിട്ട് അരിച്ചെടുക്കുക. ഇപ്പോൾ ഫൈനായിട്ടുള്ള പിങ്ക് കളർ പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം. ഇനിയത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കുക. ഒരു 3-4 മാസം, ഒരു 2-3 മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല, നമ്മൾ ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇനി വേറൊരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം.